നമസ്കാരം, ന്യൂസ് 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാളികാവിലെ നരഭോജിക്കടുവയെ പിടികൂടാനുള്ള ദൌത്യത്തിനിടെ ചുമതലയുള്ള സൗത്ത് ഡിഎഫ്ഒയ്ക്ക് സ്ഥലം മാറ്റം. ഡിഎഫ്ഒ ഒജി ധനിക്ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത്. കടുവയെ പിടികൂടാനുള്ള ശ്രമം 3-ാം ദിവസവും തുടരുകയാണ്. പാകിസ്ഥാന്റെ തടവിലായിരുന്നപ്പോൾ കടുത്ത മാനസിക പീഡനം നേരിട്ടതായി മോചിതനായ BSF ജവാൻ ഭൂരിഭാഗ സമയവും കണ്ണു മൂടിക്കെട്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ ചോദ്യം ചെയ്തുവെന്നും അതിർത്തിയിലെ സേനാ വിന്യാസത്തെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങളെന്നും ജവാൻ വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ CICF ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ഐവിന്റെ കുടുംബം. വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാർ ഇടപെടണമെന്നും കുടുംബം. അതേസമയം പ്രതികളെ സഹായിച്ചെന്ന് കരുതുന്ന മറ്റൊരാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. വയനാട്ടിലെ ടെന്റ് തകർന്നു വീണ് അകമ്പാടം സ്വദേശിനി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. അപകടത്തിൽ വ്യക്തമായ കാരണം അറിയണമെന്നും ആളുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും നീഷ്മയുടെ അമ്മ ആവശ്യപ്പെട്ടു. KPCC നേതൃമാറ്റത്തെ തുടർന്നുണ്ടായ എതിർപ്പ് തൽക്കാലം പരിഗണിക്കേണ്ടെന്ന് AICC. നിയമനത്തിൽ ഗ്രൂപ്പുകളെയും പരിഗണിക്കാൻ ആലോചന. 2 മാസത്തിനുള്ളിൽ പുനഃസംഘടന പൂർത്തിയാകും. ലയണൽ മെസ്സി കേരളത്തിൽ വരാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്പോൺസർക്കെന്ന കായിക മന്ത്രി. മെസ്സിയെ കൊണ്ടുവരേണ്ടത് സർക്കാരല്ലെന്നും സ്പോൺസറായ റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണെന്നും കമ്പനിക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്നും മന്ത്രി അറിയിച്ചു. PF അക്കൗണ്ടിലെ തുക മാറിക്കൊടുക്കുന്നതിന് സഹപ്രവർത്തകയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഹെഡ്മാസ്റ്റർ വിജിലൻസിന്റെ പിടിയിലായി. 1 ലക്ഷം രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. അധ്യാപികയുടെ 2 മാസത്തെ ശമ്പളവും ഹെഡ്മാസ്റ്റർ തടഞ്ഞു വെച്ചിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.